സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ജോസ് കെ മാണിയും ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിലും പറഞ്ഞെങ്കിലും പാർട്ടിയെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിന്റെ സാഹചര്യം സഭാ നേതാക്കളെ അറിയിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സന്ദർശനമെന്നാണ് സൂചന. ഇതിനിടെ UDF പ്രവേശനം നഷ്ടപ്പെടുത്തിയത് തിരിച്ചടിയാകുമെന്ന വിമർശനം മാണി ഗ്രൂപ്പിന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു. ഫോർട്ട് കൊച്ചിയിലെ സഭാ ആസ്ഥാനത്തെത്തിയാണ് ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിലിനെ ജോസ് കെ മാണി കണ്ടത്. കൂടിക്കാഴ്ച അരമണിക്കൂറിലേറെ നീണ്ടുനിന്നു. സന്ദർശനത്തിൽ രാഷ്ട്രീയമൊന്നുമില്ലെന്നായിരുന്നു ജോസ് കെ മാണിയും ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിലും മാധ്യമങ്ങളോട് പറഞ്ഞത്. മാണി ഗ്രൂപ്പിനെ UDFിലെത്തിക്കുവാനുള്ള നീക്കങ്ങൾക്ക് ക്രൈസ്തവ സഭകളാണ് മുൻകൈ എടുക്കുന്നതെന്ന സൂചനകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. എന്നാൽ പാർട്ടിയിലെ പ്രശ്നങ്ങൾ കാരണം ഈ നീക്കം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജോസിന് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യം സഭാ നേതാക്കളെ നേരിൽ കണ്ട് അറിയിക്കുവാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോസ് കൊച്ചിയിലെത്തിയതെന്നാണ് സൂചന. സിറോ മലബാർ സഭാ നേതൃത്വത്തെയും ജോസ് വൈകാതെ കാണും. UDFിലേക്ക് പോകുവാനുള്ള അനുകൂല അന്തരീക്ഷം പാർട്ടി നേതൃത്വം കളഞ്ഞുകുളിച്ചെന്ന വിമർശനമാണ് മാണി ഗ്രൂപ്പിന്റെ കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. എന്നാൽ ഇങ്ങനെയൊരു സംഭവമേ ജില്ലാ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ജോസ് കെ മാണിയും പാർട്ടി ജില്ലാ പ്രസിഡന്റും വിശദീകരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് സഭാ നേതൃത്വവുമായി അല്പം കൂടി ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് എന്നൊരു അനിവാര്യതയല്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഞാൻ വന്ന ഒരു സ്വകാര്യ വിസിറ്റിന് വന്നു, നേരത്തെ വരാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോകും കാണും. പ്രത്യേകിച്ച് അതോ ഈ പറഞ്ഞ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഇപ്പൊ വരുമ്പോൾ ഒരിക്കലും അതൊരു സൗഹൃദ സംഭാഷണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഉണ്ടല്ലോ, അതൊക്കെ ആശങ്കയുണ്ടല്ലോ. മീഡിയക്ക് അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തോന്നുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന നമ്മുടെ ഈ കഥ രൂപപ്പെടുത്തുന്നത് മീഡിയയാണ്, അത് ആഘോഷിക്കുന്ന മീഡിയയാണ്. ഇതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളുടെ ഒരു പിന്തുണ എനിക്ക് ഉണ്ടാകണേ. അങ്ങനെ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഈ കഥയെല്ലാം 16-ാം തീയതി തീർന്നെന്ന ഓർത്ത്. അപ്പോൾ ഏതൊക്കെയാണ് വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ കേരള കോൺഗ്രസിനെ വലിയ ശക്തിയുള്ള ഒരു പാർട്ടിയാക്കി നിങ്ങൾ മാറ്റി, അത് സന്തോഷമുണ്ട്. അത് മുന്നോട്ട് പോയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. സീറ്റുകൾ കേരള കോൺഗ്രസിനുണ്ട്, അത് വെച്ചു മാറാനുള്ള വല്ല മൂവാറ്റുപുഴ വാങ്ങാനോ അങ്ങനെ വെച്ചു മാറാനുള്ള വല്ല നീക്കം വല്ല ഉണ്ടാവും. സീറ്റിനെ പറ്റി ഒരു ചർച്ചയും LDF ഇതുവരെ നടന്നിട്ടില്ല. അതേതൊക്കെയാലും ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ആ ചർച്ചയിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. ആ യാത്രയിൽ ഞാൻ ഈ പറഞ്ഞ മധ്യ കേരള യാത്രയിൽ ഞാനായിരിക്കും അതിനകത്ത് ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ ലീഡ് ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം, നിങ്ങൾ വരണം. ഇടയ്ക്ക് ചിലപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ പാർലമെന്റ് നടക്കുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പാർലമെന്റിൽ പോയെന്നിരിക്കും 1-2 ദിവസത്തേക്ക്. അതുവരെ ഞാൻ മുങ്ങി നിന്നു എന്നൊന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പറയാം. പിന്നെ ബഡ്ജറ്റ് സെക്ഷന് ചിലപ്പോൾ ചില ആളുകളൊക്കെ MLA-മാരൊക്കെ ഒരിക്കലും പോയില്ലാത്ത നിയമസഭയിൽ ഇവിടെ കാണുമായിരിക്കും കേരളത്തിൽ. ഞാനങ്ങനെയല്ല, തീർച്ചയായിട്ടും നാടിന്റെ ആവശ്യത്തിന് നമുക്ക് പോകേണ്ടി വരുമ്പോൾ നമ്മൾ പോകും. അല്ല, ഈ പറയുന്ന കേരള സംസ്ഥാനത്ത് ഏത് ജനവിഭാഗത്തിന്റെ ആശങ്കയുണ്ടെങ്കിലും അത് ഇടപെടും, അത് അറിയിക്കും, അതിനുള്ള പരിഹാരം കാണും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം എത്രയോ സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത്, എത്രയോ കാര്യങ്ങൾ പറഞ്ഞാൽ തീരെയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഒരു ഇടപെടുക മാത്രമല്ല, അതിനൊരു പരിധി വരെ നമ്മള് അതിന് പരിഹാരം കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചോദിക്കാനുള്ള ഒരു കാര്യമേ, ഇപ്പൊ VD സതീശൻ സഭാ നേതൃത്വവുമായി വലിയ ബന്ധം വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണി ഇടതുമുന്നണി രംഗത്ത് ഇറക്കിയതാണെന്നൊരു ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ സംശയം, അതിന് നിങ്ങളുടെ സംശയം, അതിനൊന്നും സംശയം. ആർക്ക് വേണമെങ്കിൽ സഭയുടെ അടുത്ത് വരാം, ഏത് സമുദായത്തിന്റെ അടുത്തും നേതാക്കന്മാരുടെ അടുത്ത് പോകും. ഞാൻ എത്രയോ മറ്റ് സമുദായ നേതാക്കന്മാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കർഷകരുമായി എപ്പോഴും ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അത് അവർക്ക് നല്ലപോലെ അറിയാം. അത് വന്യമൃഗത്തിന്റെ വിഷയമാകാം, അത് നമ്മുടെ ബഫർ സോണിന്റെ വിഷയമാകാം, അത് പട്ടയത്തിന്റെ വിഷയമാകാം. എന്തിനാ ഇവിടുത്തെ മുനമ്പത്തിന്റെ വിഷയം ഞാൻ അതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, എത്രയോ EWSന്റെ വിഷയമാകാം. ഇതൊക്കെ ഏറ്റവും കൂടുതൽ അത് അവതരിപ്പിക്കുക മാത്രമല്ല, അതിനൊരു പരിഹാര മാർഗവും അതിന് പല കാര്യത്തിലും നമുക്ക് അതിനൊരു പരിഹാരം കാണുവാനും കഴിയും. വന്യമൃഗത്തിന്റെ വിഷയത്തിൽ നമുക്കറിയാം, പക്ഷെ ഈ മേഖലയായിരിക്കത്തില്ല, മറ്റു മേഖല മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ വിഷയമാണ്. അവിടെ നമുക്ക് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു. എന്നാൽ നിയമ ഭേദഗതി നടത്തി, ഇനി അത് പ്രസിഡന്റ് ഒപ്പിടണം.